ജോഷി സാർ എന്ന് പറയുന്ന ഒരു വലിയൊരു സംവിധായകന്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയില്ലേ? എനിക്കറിയാം അപ്പോൾ. പക്ഷെ അപ്പോൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു 1000 ഇരട്ടി ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. ഡബ്ബിംഗ് സമയത്ത് നമ്മളിവിടെ നിന്ന് അഭിനയിച്ചാൽ മാത്രമാണ് അതിന്റെ കറക്റ്റ് ഇമോഷൻ അവിടെ കിട്ടുള്ളൂ. നമസ്കാരം, ഇബ്രൂസ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കലാകാരിയാണ്. എനിക്കറിയാം അപ്പോൾ. പക്ഷെ അപ്പോൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു 1000 ഇരട്ടി ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനോട് 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇനി നിർബന്ധിച്ച ശബ്ദത്തിലായിരിക്കപ്പെടും താലിയിട്ട്. ശബ്ദം കൊണ്ട് മാത്രം നമ്മൾ തിരിച്ചറിയുന്ന ഒരുപാട് കലാകാരികളുണ്ട്. നമുക്ക് നേരിൽ കാണാൻ പറ്റാതെ പോകുന്ന ഒരുപാട് കലാകാരികളും കലാകാരന്മാരുണ്ട്. എന്നാൽ ആ ശബ്ദ മാധുര്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത്. നയന. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. എനിക്ക് തോന്നുന്നു സിനിമകളിലും അതുപോലെ സീരിയലുകളിലും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഒരുപാട് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ പ്രേക്ഷകരുടെ ഇടയിലേക്ക് അങ്ങനെ അധികം കാണാൻ പറ്റില്ല ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെയൊക്കെ, അല്ലേ? എങ്ങനെയാണ് എൻ്റെ ശബ്ദം മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നിയത്? ഞാൻ ആദ്യമായിട്ട് വരുന്നത് കോമഡി ഉത്സവത്തിലൂടെയാണ്. ഫ്ലവേഴ്സിൽ വരുന്ന പ്രോഗ്രാമാണല്ലോ. അപ്പോൾ അതിനകത്ത് ഞാൻ സ്പോട്ട് ഡബ് ചെയ്യായിരുന്നു, പാർവതിയുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തിട്ട്. അങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് വന്നത് അപ്പോഴാണ്. ഏത് വർഷമായിരുന്നു അത്? 2019 ആ സമയത്തായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. പാർവതിയുടെ സ്പോട്ട് ഡബ്ബിംഗ് ആയിരുന്നല്ലേ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മൊയ്തീനിലെ ഡയലോഗ് പറയാം, അതാകുമ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആണല്ലോ. ഓക്കെ. എനിക്കറിയാം അപ്പോൾ. പക്ഷെ അപ്പോൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു 1000 ഇരട്ടി ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനോട് 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇനി നിർബന്ധിച്ച ശബ്ദത്തിലായിരിക്കപ്പെടും താലിയിട്ട് കണ്ട് കാലിത്രി ഇതിനകത്ത് കഴിഞ്ഞത് മൊയ്തീൻ ഓർത്ത് ഒരു അക്ഷരങ്ങൾ വായിച്ച എന്റെ മനസ്സ് കുറച്ച് മാറ്റം പറ്റുമോ? അപ്പോഴേ പറ, ലോകത്ത് ആർക്കെങ്കിലും കഴിയോ? പറ. സൂപ്പർ. ഇത് ശരിക്കും 2019 കോമഡി ഉത്സവത്തിലൂടെയാണ് വന്നത്. അതിനുശേഷമാണ് ഡബ്ബിംഗ് എന്ന കലയിലേക്ക് കടന്നു വന്നത്. അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോ ചുമ്മാ ഇതിങ്ങനെ പറയുന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ചെറുതോട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആർജി ആവണം, അല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവണം. പക്ഷെ എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെടുന്ന എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഒരു ആഗ്രഹം മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്ലാറ്റ്ഫോം കിട്ടിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ എങ്ങനെയാ എന്താ എന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയത്. നല്ല അടിപൊളിയായിട്ട് സൗണ്ട് എടുത്തു. ചോട്ടാ ഭീമിലൊക്കെ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സിനിമ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അടുത്ത് ഞാൻ അറിഞ്ഞു ഏതൊരു ഇറങ്ങാൻ പോകുന്ന ഏതൊരു സിനിമയിൽ 2-3 സിനിമയിൽ ഞാൻ വോയിസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇറങ്ങുന്ന ഏതാണ് മൂവി? കഥയെന്ന് അതില് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും ഈ ഡബിങ്ങിൽ ഇപ്പൊ ഒരുപാട് ഇപ്പൊ സ്റ്റുഡിയോകളിൽ വന്നിട്ട് ഡബ് ചെയ്ത് പോകുന്നുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പൊ ഡബിങ് അല്ലാതെയാണോ? ഞാൻ ആക്ടിങ്ങില് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു മൂവി ചെയ്തു, ജോഷി സാറുടെ ആന്റണി എന്ന മൂവിയില് കല്യാണിയുടെ ഫ്രണ്ടായിട്ട് ചെറിയൊരു ക്യാരക്ടറാണ്. ജോഷി സാർ എന്ന് പറയുന്ന ഒരു വലിയൊരു സംവിധായകന്റെ പടത്തില് അഭിനയിക്കാൻ പറ്റിയില്ലേ? അതെ. പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ടേ ആക്ടിങ് ഇഷ്ടമുള്ളൊരു കാര്യം. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് നാളെ ഞാനിങ്ങനെ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തുക. പിന്നെ എൻ്റെ നാട് വെച്ചാൽ മലപ്പുറമാണ്. അപ്പോൾ ആ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി എത്രത്തോളം അവെയർ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഫാമിലിയാണെങ്കിൽ അത്ര സപ്പോർട്ടീവ് ഒന്നല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഓക്കെ ആയി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു കഥ പറഞ്ഞു തന്നിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലേക്ക് തരുന്നു. ആ സ്ക്രിപ്റ്റായിട്ട് നമ്മൾ മൈക്കിൻ്റെ മുമ്പിൽ ചെല്ലുന്നു. ഫ്രണ്ടിൽ വലിയൊരു സ്ക്രീനിൽ അവർ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു, പ്ലേ ചെയ്യുന്നു. അപ്പോൾ സമയത്ത് നമ്മളിവിടെ നിന്ന് അഭിനയിച്ചാൽ മാത്രമാണ് അതിൻ്റെ കറക്റ്റ് ഇമോഷൻ അവിടെ കിട്ടുള്ളൂ. നമ്മൾ അത് നമ്മുടെ മാക്സിമം എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രയും നന്നായി ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുള്ളൂ. അപ്പോൾ ആ ക്യാരക്ടറായിട്ട് തന്നെ നമ്മൾ ആ ഒരു മോഡുലേഷൻ കറക്റ്റ് ആവണമല്ലോ. ഇപ്പം എന്താണെങ്കിലും ചെറിയ ആഡ് ഡബ്ബിങ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ചെറിയൊരു സമയത്ത് ഈ ഒരു വേദിയിൽ വന്നിരിക്കാൻ പറ്റിയതിലും ഞങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിലും ഈ ബ്രൂസ് മീഡിയയുടെ പ്രേക്ഷകരായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. എന്താണെങ്കിലും നയനയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു, ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നയന വന്നതിൽ. അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരാളുമായിട്ട് വീണ്ടും ഞാൻ വരും. തൽക്കാലം ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ഇബ്രു.